ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ബൈ നജി കമർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എക്സ്പ്ലോഷൻ ബോക്സ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫ്ലൈയിങ് ബട്ടർഫ്ലൈ. അപ്പം അത് വെച്ചിട്ട് ഒരു എക്സ്പ്ലോഷൻ ബോക്സ്. അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും എക്സ്പ്ലോഷൻ ബോക്സ് ആക്കാൻ അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവും. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളത്. കറക്റ്റ് മെഷർമെൻറ്റും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തിക്ക് ബ്ലാക്ക് ചാർട്ടാണ്. അതുപോലെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒട്ടുമിക്ക ദിവസവും നമ്മൾ യൂട്യൂബിലേക്ക് വോയിസ് കൊടുക്കുന്ന ടൈമിലായിരിക്കും അപ്പുറത്തെ പരികളിലുള്ള കുക്കറാണെങ്കിലും നമ്മളെ പരികളിലുള്ള കുക്കറാണെങ്കിലും അതുപോലെ തന്നെ കാക്ക കരയിലും ഒന്നും പറയണ്ട. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാനിപ്പം ചെയ്തെടുക്കുന്നുള്ളത് അത്യാവശ്യം വലിയ സൈസിലുള്ള എക്സ്പ്ലോഷൻ ബോക്സ് തന്നെയാണ്. അപ്പം 42 സെൻറ്റിമീറ്റർ ഈച്ച് സൈഡ് അങ്ങനെയാണ് കേട്ടോ വരുന്നുള്ളത്. സ്ക്വയറായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം എന്ന് വെച്ചാൽ നമുക്കത് കറക്റ്റ് പാർട്ടീഷനാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിലത്തെ ബോക്സ് നമ്മൾ 42 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൽ 14 സെൻറ്റിമീറ്റർ ഈച്ച് അങ്ങനെയാണ് കേട്ടോ വരുന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്കോർ ചെയ്യാം. അപ്പം ഞാനിവിടെ നൈഫ് കൊണ്ട് തന്നെയാണ്, നമ്മുടെ കട്ടിംഗ് ബ്ലേഡ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ സ്കോർ ചെയ്യുന്നുള്ളത്. ബാക്കി അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം, പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സ് നിൽക്കും. അപ്പം അങ്ങനെ തിക്നെസ് കൂടുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നാല് വശത്തേക്കായിട്ട് ഓട്ടോമാറ്റിക്കലി അത് വീണോളും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ എക്സസൈറ്റ് വരുന്ന പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാം. ഞാൻ പിന്നെയും പറയുന്നു, അധികം ആൾക്കാർക്കും ഇത് അറിയുന്നവരായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം കറക്റ്റ് നല്ലൊരു പെർഫെക്ഷനിൽ എങ്ങനെ വരും അങ്ങനെയൊക്കെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവരെന്തായാലും വീഡിയോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇനി നമുക്കതിൻ്റെ ലിഡും കൂടി ചെയ്തെടുക്കാം. അപ്പം 22.5 സെൻറ്റിമീറ്ററാണ് രണ്ട് സൈഡിലേക്കും ആയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 4 സെൻറ്റിമീറ്റർ ഈച്ച് സൈഡ് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതൊന്ന് സ്കോർ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിന്നെ ഈ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളതിൽ കൊടുക്കുന്ന ചോക്ലേറ്റ് കുറച്ചാണെങ്കിലും, മീൻസ് അങ്ങനെ തിക്കധികം ഇല്ലാത്ത, അതുപോലെ തന്നെ അത്ര സൈസ് ഇല്ലാത്ത ചോക്ലേറ്റ് ആണെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ 22.5 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു 23.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഫസ്റ്റൊക്കെ കറക്റ്റായിരുന്നു, നമ്മൾക്കത് ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ചോക്ലേറ്റൊക്കെ വെച്ച് വരുമ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ഞാൻ ആ ഒരു സെയിം ലിഡ് തന്നെ ഒന്ന് സൈസ് കൂട്ടിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ഞാൻ വെക്കുന്നത് പോലെ തന്നെ ചോക്ലേറ്റ് വെക്കുന്നതാണെങ്കിൽ 22.5 എടുക്കാതെ 23.5 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ സെക്കൻഡ് ബോക്സ് 36 സെൻറ്റിമീറ്ററുള്ള സ്ക്വയറാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 12 സെൻറ്റിമീറ്റർ അങ്ങനെ രീതിയിലാണ് മാർക്ക് ചെയ്യുന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ലിഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ കൊടുത്ത ചോക്ലേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഓരോ ചോക്ലേറ്റിൻ്റെയും തിക്നെസ്സും അതുപോലെ തന്നെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഏത് ചോക്ലേറ്റ് എടുക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഇത് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ബോക്സിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇതുപോലെ സെയിം ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കറക്റ്റ് സൈസ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് ഞാൻ പറഞ്ഞ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കുറച്ചൊരു സീനായിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും ഒരു പ്രശ്നമില്ല, കറക്റ്റായിരുന്നു കേട്ടോ.
ഇനി നമ്മൾക്ക് സെക്കൻഡ് ബോക്സിൻ്റെ ലിഡൊന്ന് തയ്യാറാക്കാം. അപ്പം 18.5 സെൻറ്റിമീറ്റർ ഈച്ച് സൈഡാണ്. അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കാം. റിപ്പീറ്റ് പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ സൈസ് മാത്രമാണ് ആകെ വരുന്ന ഡിഫറൻസ്. അപ്പോൾ സൈസൊക്കെ ഞാൻ സ്ക്രീനിൽ മെഷർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കറക്റ്റ് അത് ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കാം. ഇനി തേർഡ് ബോക്സ് എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്ററിൽ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് സ്കോർ ചെയ്യുക. റിപ്പീറ്റ് ദി പ്രോസസ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കണ്ടാൽ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് തന്നെ എക്സ്പ്ലഷൻ ബോക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് ഈ ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ. ഒരുപാട് ക്രാഫ്റ്റ് പേജ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും യൂണീക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും പെർഫെക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ്ങും കസ്റ്റമർ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് വീഡിയോ ക്ലാരിറ്റി പ്രശ്നമുണ്ടാവും. അപ്പോൾ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബോക്സിൻ്റെ ലിഡും കൂടി ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബോക്സിൻ്റെ പരിപാടി ഒന്ന് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതും അതുപോലെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ബോക്സ് ഒന്ന് കവർ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ബ്ലാക്ക് ചാർട്ട് കൊണ്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ പേപ്പർ പാക്സൊക്കെ ഭയങ്കര ക്വാളിറ്റിയും അതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പേപ്പർ പാക്സാണ്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് എടുക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അടിപൊളി പേപ്പർ പാക്സാണ്. ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ പാറ്റേൺസ് ആണെങ്കിലും ഒക്കെ ഹൈലി റെക്കമെൻഡഡ് ആണ്. അപ്പോൾ ഞാനിത് ലിഡിലേക്ക് എടുത്തിട്ടുള്ള പീസസാണ്. അപ്പോൾ അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ രണ്ടും ഒരേ സൈസിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലത്തത് ഈ ഒരു കറക്റ്റ് സൈസ് തന്നെയാണ്. അതുപോലെ ലാസ്റ്റ് ലെയറിൻ്റെതും കറക്റ്റ് തന്നെയാണ്. സെക്കൻഡ് ബോക്സിൻ്റെ ലിഡിൻ്റെ സൈസ് പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രാപ്പ് ബുക്ക് ചെയ്യാനാണെങ്കിലും ബോക്സിൻ്റെ പുറത്തേക്ക് കൊടുക്കാനാണെങ്കിലും ഈ ഒരു പേപ്പർ പാക്സ് അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല നല്ല സ്പീഡി ഡെലിവറിയാണ്. എല്ലാം കൊണ്ടും ഹൈലി റെക്കമെൻഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ടൊന്ന് കണ്ടു നോക്ക്. ആവശ്യമുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട, നിങ്ങൾക്ക് നല്ല രീതിയിൽ വാങ്ങാൻ പറ്റും. 300 GSM തിക്നെസ് ഉണ്ട്. സ്ക്രാപ്പ് ബുക്കൊക്കെ നമ്മളെപ്പോഴും GSM കൂടിയ പേപ്പേഴ്സിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും ഒക്കെ അതുപോലെ തന്നെ നമ്മൾക്കത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കും നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും.
അപ്പം ഞാനിവിടെ ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡബിൾ സൈഡഡ് ടാപ്പാണ്. അപ്പോൾ ഈ ഒരു ടാപ്പിന് ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറയാം, ഇവിടെ എവിടെയും കിട്ടാനില്ല കേട്ടോ. ഇതിൻ്റെ ചെറിയ ചെറിയ റൗണ്ട്സ് മാത്രമേ ഉള്ള ഷോപ്പിലും അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഇത് അടിപൊളി, നമുക്ക് ചോക്ലേറ്റ് ഒട്ടിക്കാനും ഒക്കെ അടിപൊളി ടാപ്പാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വൈറ്റൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര സ്റ്റിക്കി അല്ല. അപ്പം ഇത് നമുക്ക് അടിപൊളിയായിട്ട് നിന്നോളും. അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നവർക്കും അത്ര വലിയ എഫേർട്ടൊന്നുമില്ല. ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഈ ഒരു ടാപ്പാണേലും എനിക്ക് തോന്നുന്നു മറ്റേത് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം, അത് തീരെ ക്വാളിറ്റി ഇല്ല. ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ കറക്റ്റ് നമ്മൾക്ക് പീൽ ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിലുള്ളത് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഇത് നല്ല അടിപൊളി ഓപ്ഷനാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സൈസും ആ ചോക്ലേറ്റിൻ്റെ തിക്നെസ്സൊക്കെ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. നമ്മളെടുക്കുന്ന ചോക്ലേറ്റിൻ്റെ തിക്നെസ്സൊക്കെ കൂടുതലാണെങ്കിൽ ഈ ഒരു സൈസ് കറക്റ്റ് ആവാതെ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഓരോ പ്രോസസ്സും ഓരോരോ സ്റ്റെപ്പും എനിക്ക് കുറച്ച് കംഫർട്ടായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇതെന്നെ ഫോളോ ചെയ്യാനൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ചോക്ലേറ്റൊക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്, മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ എന്തായാലും ഫസ്റ്റ് ഓരോ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ എല്ലാം ഒരേ ടൈമിലായിരുന്നു ചെയ്തെടുത്തത്. എല്ലാ സെയിം സ്റ്റെപ്പും ഒരേ ടൈമിലായിരുന്നു ചെയ്തെടുത്തത്. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ബോക്സിൻ്റെ ലെഡ് ചെറുതായിട്ടൊന്ന് സൈസ് കൂട്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടാണുള്ളത്. ഒരു പീസിന് അവിടെ 60 റുപ്പീസാണ് വരുന്നുള്ളത്. അപ്പം ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മോനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കവർ പേജും മീൻസ് കവർ ലിഡും അതുപോലെ ഉള്ളിലുള്ള ലിഡൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ മാഷാഅല്ലാ അടിപൊളിയായിട്ട് നല്ല പെർഫെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സ്പ്ലോഷൻ ബോക്സ് മുമ്പേ ഉള്ളതാണെങ്കിലും അതിൽ ഫ്ലൈയിങ് ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോകുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ചെറിയ റേറ്റിൻ്റെ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻഷാല്ലാ ഓർഡേഴ്സൊക്കെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. ബൈ ബൈ.